ആരാധ്യരായ മിത്രങ്ങൾക്ക് നമസ്കാരം. ഓരോ ദിവസവും എന്റെ മനസ്സിൽ വരുന്ന ചിന്തകളാണ് പങ്കിടുന്നത്. അതുകൊണ്ട് അങ്ങനെ ഒരു ഒരുക്കം എനിക്ക് ആവശ്യമില്ല. അന്നത്തെ ദിവസം എന്റെ മനസ്സിൽ കൂടെ വന്ന ചിന്തകളാണ് പോകുന്നത്. സമാന മനസ്സുകളുള്ള അനവധി പേര് ഇത് കേൾക്കുന്നുണ്ട്. സബ്സ്ക്രൈബർ വർദ്ധിക്കുന്നുണ്ട്. അവര് വിളിക്കാറ് ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് മരണ വീടുകളിൽ പോകേണ്ടി വരും. കല്യാണങ്ങൾ ഒഴിവാക്കിയാൽ പരമാവധി മരണ വീട് ഒഴിവാക്കുന്നത് ശരിയാണ്. ചില വീട്ടില് നല്ല നിലവിളി കരച്ചിലും ഇതും, ചില വീടുകളിൽ അത് ഉണ്ടാകുകയില്ല. ശവത്തെ ഇത്ര ബഹുമാനിക്കേണ്ട കാര്യമുണ്ടോ എന്ന ചോദ്യം ഒരു യുക്തിചിന്തകനായ മിത്രം എന്നോട് ചോദിച്ചു. മനുഷ്യ ശരീരത്തിലെ എല്ലാം പോയി കഴിഞ്ഞു. ഇപ്പോഴുള്ളത് ശവമാണ്. പിന്നെ പണ്ട് ഒരു പ്രമാണിയൊക്കെ ആയിരുന്നു ഉള്ളതുകൊണ്ട് വേണമെങ്കിൽ കാണിക്കാൻ കുഴപ്പമില്ല. എന്നാൽ അത്ര പ്രാധാന്യം ഉണ്ടോ എന്നാണ് ചോദിച്ചത്. അതിന്റെ മറുപടിയാണ്, പണ്ട് ഇയാള് വലിയ പ്രമാണിയായിരുന്നു. ഡെഡ് ബോഡി ഇപ്പൊ കത്തിക്കാൻ കൊണ്ടുപോകും. അതിനെന്തൊക്കെ പ്രാധാന്യം? വല്ലാതെ കട്ടിക്കുന്നതാണ്. ആ ഡെഡ് ബോഡി എന്ന് പറഞ്ഞാൽ എന്താണ്? ചിന്തയ്ക്ക് വികാസം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ശ്രേഷ്ഠനായ മനുഷ്യൻ ആകുന്നത്. എല്ലാ സ്ഥലത്തും ഒരു നവജാത ശിശു വന്ന സന്തോഷം. പേരക്കുട്ടി ജനിച്ചു, എന്റെ ശവെടുക്കാൻ ആളായി. മകളെ കല്യാണം കഴിച്ചു, അതിലൊരു കുട്ടി ജനിച്ചു, മറ്റൊരു കുട്ടി ജനിച്ചു. കുട്ടിയെ കാണാൻ പോയിട്ട് ഉണ്ട്. കുട്ടി ജനിച്ച ഉടനെ എല്ലാവരും സന്തോഷിക്കുന്നു. കുട്ടി കരയുകയും ചെയ്യും. കുട്ടി ജനിച്ച ഉടനെ ചിരിക്കുകയല്ല ചെയ്യാം. ഇതൊക്കെ നമ്മൾ ആലോചിക്കണം. കുട്ടി കരയുകയാണ്. കൂടി നിൽക്കുന്നവർക്ക് സന്തോഷവും. കുട്ടി സന്തോഷിക്കാത്തതിന്റെ തത്വചിന്താപരമായ അർത്ഥമാണ് ഈ പറയുന്നത്. ഇനി ഈ പ്രാരാബ്ധത്തിലേക്ക് വീണ് കഴിഞ്ഞാൽ പണിയെത്തേണ്ടതെന്നൊക്കെയാണ്. നീന്താൻ അറിയാമെങ്കിൽ പോലും സമുദ്രത്തിന്റെ നടുവ് കൊണ്ടെത്താൻ. ഇനി കരയെത്തണമെങ്കിൽ പണിയെത്തണം. അതുപോലെ ഈ കുട്ടി ഇനി എത്ര കഷ്ടപ്പെടണം, ജനിക്കണം, ജീവിക്കണം, നീറ്റ് പരീക്ഷ എഴുതണം, എന്തെല്ലാം ബാധ്യതകളുണ്ടെന്ന് മര്യാദയ്ക്ക് ജീവിക്കാൻ ഒരു കുട്ടിക്ക്. സമുദ്രത്തിൽ വീണിട്ട് കര നോക്കിയിട്ട് നീന്തണ പോലെയല്ലേ കുട്ടിയുടെ കാര്യം. ആദ്യ വാക്കുകൾ നല്ല പോലെ ഉയർന്ന ഒരു സമൂഹം. വളരെ ബേസിക് ആയിട്ടുള്ള തത്വചിന്തകളാണ് അവരെ സ്വാധീനിക്കുന്നത്. ആധുനിക കഥാസ്ത്രം എന്നൊക്കെ പറഞ്ഞിട്ട് ബുദ്ധിജീവികളുടെ ലേഖനം വായിച്ചു കൊടുക്കുന്ന അവർക്ക് ഒരു വിഭാഗം ആദിവാസികളുടെ പുതിയ കുട്ടി ജനിച്ചാൽ ബന്ധുക്കളെല്ലാം കൂടിയിരുന്നിട്ട് കരയും, ഉറക്ക നിലവിളിക്കും. ആ വീടുകളിൽ മരണം സംഭവിച്ചാൽ എല്ലാവരും കൂടിയിരുന്നിട്ട് ഉറക്ക പൊട്ടിച്ചിരിക്കും. യഥാർത്ഥത്തിൽ അതിൻ്റെ ശരിയുണ്ട്. ഒരു നവജാത ശിശു ഇവിടെ വന്നു എന്തെല്ലാം പ്രോബ്ലം ഉണ്ട് കുട്ടിയെ അഭിമുഖീകരിക്കുന്നു.
ആ കുട്ടിയുടെ കാര്യം നോക്കുക. ആ കുട്ടിയുടെ ഉത്തരവാദിത്തം. ദരിദ്ര കുടുംബമാണെങ്കിൽ ജീവിക്കാനുള്ള വക ആ കുട്ടികളുണ്ട്. ധനിക കുടുംബമാണെങ്കിൽ മുതൽ ഇതിനേക്കാൾ ഉണ്ടാക്കും. ഉള്ളതൊന്നും പോരാ ഉണ്ടായിരുന്നു. ഈ പ്രാരാബ്ദങ്ങളൊക്കെ ഒതുങ്ങിയ ഒരവസ്ഥയല്ലേ ശവശരീരത്തിന് ശിവം നഷ്ടപ്പെട്ട സ്വഭാവം. ആ കിടപ്പ് കാണുമ്പോ ഇനി എന്തെങ്കിലും ഒരു പ്രാരാബ്ദം ആ വ്യക്തിയുടെ കേസ് മുഴുവൻ എഴുതി തരികയില്ല. ഇനിയിപ്പോ എന്താ പ്രാരാബ്ദം? ഈ ആദിവാസികൾ ചെയ്യുന്ന പോലെ യഥാർത്ഥത്തിൽ വേണ്ടത് ഒരു വ്യക്തിയുടെ മരണത്തോട് ആ വ്യക്തിയുടെ പ്രാരാബ്ദങ്ങൾ ഒതുങ്ങി ആ വ്യക്തിക്ക് പിന്നെ ഒരു പ്രോബ്ലമില്ല. ഒരു വ്യക്തി കുറെ കാലം ചികിത്സ ചെയ്ത് അവയവങ്ങളൊക്കെ മാറ്റിവെച്ച് അതിനും മാത്രം സമ്പത്ത് പിന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. സകല അവയവവും മാറ്റി 12 കൊല്ലത്തെ ചികിത്സ, 24 ഓപ്പറേഷൻ, ഇത്രയും കഴിഞ്ഞിട്ട് മരിച്ചു കിടക്കുമ്പോ ഞാൻ അവിടെ ചെന്നപ്പോ ആലോചിച്ചത് ഈ വ്യക്തിക്ക് ഇനി ഈ പ്രാരാബ്ദമൊന്നും ഇല്ലല്ലോ. അയ്യോ ഡോക്ടറെ എവിടെ വേദന, അയ്യോ അവിടെ നമുക്കൊരു എക്സ്റേ എടുക്കാം, ഒരു പരിശോധന നടത്താം, ഒരു അവയവം കൂടി മാറ്റി വെക്കണം. എന്താ കാര്യം? ഒരു പ്രാരാബ്ദവും ഇല്ല. മനസ്സോട് ചിന്തിച്ചു. ഇപ്പൊ ജീവമുക്തി സംഭവിക്കും. ഇപ്പൊ ആ വ്യക്തിക്ക് ജീവൻ കിട്ടിയാൽ എന്ത് സംഭവിക്കും? നമ്മുടെ പല ബന്ധുക്കളുടെയും മരണം നേരിൽ കാണുമ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട്, ഇപ്പൊ ജന്മം കിട്ടിയ ജീവനെ കുറിച്ച് ജീവിതം അതിനു മുമ്പ് സീതയുടെ കണ്ടിന്യൂഷനായിട്ടാണ് കൂടി. അതിനു മുമ്പ് എന്റെ ഗീത ആ ഗീതന്റെ തുടർച്ചയായിട്ട് ഇനി ഒരുത്തരോടും കൂടി പഠിക്കുക. ചിലവർക്ക് ഈ ജാമ്യം കിട്ടിയ ഇനി ആരെങ്കിലും കൊല്ലാൻ ബാക്കിയിട്ടുണ്ടെങ്കിൽ അവനെയും കൂടി കൊന്നിട്ട് വരും. അപ്പൊ രണ്ടാളെ കൊന്നു, ജാമ്യം കിട്ടിയാൽ മൂന്നാമത്തോടെയും കൊല്ലും. എന്താ കാര്യം? ഇതുവരെ ചെയ്ത ജീവിതത്തിന്റെ തുടർച്ചയല്ലേ ഇനിയിപ്പോ ചെയ്യാൻ പോകുന്നത്. ചിലവര് നാട്ടുകാരുടെ മേക്കട്ടുകാരിലായിരിക്കും പ്രധാന പ്രവർത്തനം. അവയൊക്കെ മാറ്റിയിട്ട് ഇനിയിപ്പോ ജീവൻ രണ്ടാമത് കിട്ടിയാൽ കൊണ്ടു ഇനി ആരൊക്കെ കൂട്ടാറുണ്ടാകും നടക്കല്ലേ ജീവൻ. ഒരു പ്രാരാബ്ദവുമില്ലാത്ത അവസ്ഥയാണ് ശവശരീരത്തിന്റെ. അതുകൊണ്ടാണോ ബഹുമാനിക്കുന്നത് എന്ന് മറ്റൊരു ചോദ്യം. ഡെഡ് ബോഡി കണ്ടാൽ നമ്മൾ ഉണയിക്കുന്നു. തൊപ്പി വെച്ചവരാണ് വെച്ചാൽ ഡെഡ് ബോഡി കണ്ടാൽ തൊപ്പി എടുത്ത് മാറ്റം. ഏതോ ഒരു സിനിമയില് ഒരു ഡെഡ് ബോഡി കാണാൻ വന്ന വലിയ ഓഫീസർ തൊപ്പി ഇട്ടിട്ട് മാറ്റുന്നത് കണ്ടു. അതെന്റെ മനസ്സിൽ പെടുന്നു. ഒരു ആചാര്യനോട് ഞാൻ ചോദിച്ചു, കുറെ കൊല്ലം കഴിഞ്ഞിട്ട്, അന്ന് ചോദിക്കാനുള്ള ബുദ്ധിയില്ല, കുറെ കൊല്ലം കഴിഞ്ഞിട്ട് ഒരു സത്സംഗത്തിന് ഒരു ആചാര്യനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, മരണം ശവശരീരം എന്ന് പറഞ്ഞ സാധനമായിരുന്നു. അവര് വ്യാപ്തി നേടുകയാണ് ചെയ്തത്. വിഷ്ണുവിൽ വിലയിച്ചു. കേരളത്തിലെ ഭാഷ നിന്നാൽ വ്യാപ്തി നേടി. ഇപ്പൊ നമ്മൾ എവിടെയാണ്? നമ്മൾ താമസിക്കുന്ന മാങ്കാവില്, അത് കഴിഞ്ഞാൽ നമ്മളുടെ ജന്മസ്ഥലത്ത്, പോണ സർക്കാർ ഓഫീസില്, ആശുപത്രിയില്, അവിടെ കറങ്ങി നടക്കില്ല. വ്യാപ്തി നേടി അവരുടെ ഈ വ്യക്തി ലോകം മുഴുവൻ എല്ലാ സ്ഥലത്തും. ഇപ്പൊ നാം എവിടെ ഉണ്ടോ അവിടെ മാത്രമേ ഉള്ളൂ ജീവനുള്ള ഒരു വ്യക്തി. അയാളിപ്പോ അവിടെ ഉണ്ട്, അവിടെ മാത്രമേ ഉള്ളൂ. മരിച്ചു കഴിഞ്ഞാൽ എന്തായി?
സൂക്ഷ്മതലത്തിലേക്ക് പോകുമ്പോൾ വ്യാപ്തി നേടി. ഈ വലിയ ഹോമങ്ങളൊക്കെ നടത്തുന്നവർ ആ ഹോമകുണ്ടത്തിലേക്ക് പലതുണ്ട്. മൂകാംബിയില് ചണ്ഡികാഹോമൊക്കെ നടക്കുമ്പോൾ ഞാൻ കുട്ടികളെ അടുത്ത് പോയിട്ട് മൂവിനോണ്ട് നിൽക്കും. ആ വസ്തു കത്തിയേനെടുക്കാം, അത് മേപ്പോട്ട് ഉയരുമ്പോ വ്യാപ്തി ഇപ്പൊ അതെവിടെയാണ്? ലോകം മുഴുവൻ. ആത്മാവ് സ്വതന്ത്രമായി ലോകം മുഴുവൻ. ഈ വ്യക്തിയെ ഇപ്പൊ ജീവിച്ചിരിക്കുന്ന വ്യക്തി ആദരിച്ച് ഇവിടെ കണ്ടതുകൊണ്ടാണല്ലോ മൈസൂർ കൂടി വ്യാപ്തി നേടിയപ്പോ സർവശരീരത്തിനെ ബഹുമാനി. അതുകൊണ്ടാണ് തോന്നുന്നത് നാട്ടിലിങ്ങനെ ഒരു വ്യവസ്ഥയുണ്ട് എന്നുള്ള വ്യവസ്ഥ മാത്രമല്ല. ജീവിച്ചിരിക്കും മധ്യാവളെ പോവും, അങ്ങോട്ടൊന്നും പോവും, ഇങ്ങോട്ടൊന്നും പോവും, വൈകുന്നേരം കവലയെ പോവും, മീൻ വാങ്ങാൻ ചന്തയിലൊന്ന് പോവും, ഇന്ന സ്ഥലത്ത് പോവും. ഇതാണ് അദ്ദേഹത്തിന്റെ വ്യാപ്തി. ഇക്കാരണം പറയുന്നു ജീവിതത്തിൽ വ്യാപ്തി നേടിയവരുണ്ട്. അവർ ജീവിച്ചിരിക്കുന്നുണ്ട്. ജീവിച്ചിരിപ്പുണ്ടെങ്കിലും ബുദ്ധി ഉന്നത തലത്തിലായതുകൊണ്ട് അവർക്ക് വ്യാപ്തി നേടിയ ആളാണ്. ആ വ്യാപ്തിയൊക്കെ വലിയ വ്യാപ്തി ഈ വ്യക്തി നേടിയതിനാൽ അവരും ഒരു ശവശരീരത്തിനെ ബഹുമാനിച്ചു കൊള്ളണം. ഏതൊരു വ്യക്തിയെയും വിലയിരുത്തുക വ്യാപ്തി നോക്കിയിട്ടാണ്. അവരുടെ വീട്, വസ്തു, അവരോട് ഞാൻ പഠിപ്പിച്ച സ്റ്റുഡന്റ്, ഇതൊക്കെയാണ് വ്യാപ്തിയുടെ ഒരു ഭാഗമാണ്. ഇത് അതിലും വലിയൊരു വ്യാപ്തിയാകുന്നു. ഏറ്റവും ശാന്തിയോടുകൂടി സമാധാനത്തോടു കൂടിയിട്ട് ഇപ്പൊ വ്യാപ്തി കുറഞ്ഞത് കൊണ്ടാണ് നമുക്ക് ദുഃഖം. വ്യാപ്തി വർദ്ധിപ്പിക്കുന്നതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് കുറച്ചുകൂടി പറയാനായിട്ട് വേറെ ദിവസം പറയാം. നമസ്കാരം.